നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിൻ്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കഞ്ഞി ഉണ്ടാക്കി വെച്ച് സുശീല കിടന്നുറങ്ങുന്നു. എല്ലാവരും കഞ്ഞി കുടിച്ചിട്ട് വേണം സുശീലയ്ക്ക് വിഷമൊക്കെ ഒഴിച്ച് കുശാലായിട്ട് കഞ്ഞി കുടിക്കാൻ. സുശീല അനുപമയെ അംഗീകരിച്ചു എന്നറിഞ്ഞതോടെ ഹർഷയ്ക്ക് ഇരിക്കപ്പുറതിയില്ലാതായി. അതിനിടയിൽ ദയയിട്ട പോസ്റ്റ് കാരണം സുശീലയുടെ സ്ഥാനാർത്ഥിത്വവും നഷ്ടപ്പെട്ടു. അതോടെ സുശീല അനുപമയ്ക്കെതിരെ തിരിഞ്ഞു. ഈ സന്ദർഭം നല്ലപോലെ ഉപയോഗിക്കുന്നു ഹർഷ. കഞ്ഞിയിൽ അനുപമ വിഷം ചേർത്ത് സുശീല ആശുപത്രിയിലായാൽ അനുപമയെ പിന്നെ സ്ഥാനാർത്ഥിയാക്കില്ലല്ലോ. എന്താ ഹർഷയുടെ ബുദ്ധി? അവളെ ഒരു വശമല്ല രണ്ടു വശവും തളർത്തണമായിരുന്നു. അല്ല, അവളെ എന്തിനു പറയുന്നു? സുശീല എന്തിനവൾ പറയുന്ന പോലെ വിഷം കഴിച്ചു? അനുപമയാണ് കഞ്ഞിയിൽ വിഷം ചേർത്തതെന്ന് ആ വീട്ടിൽ ആരും വിശ്വസിക്കില്ല. അനുപമ എന്തിനാണ് കഞ്ഞിയിൽ ഇപ്പോൾ വിഷം ചേർക്കേണ്ടത്? സോന വിശ്വസിച്ചാലും സുശീലയെല്ലാം സോനയോട് പറഞ്ഞിരുന്നു. വിഷം ചേർക്കുന്ന കാര്യമൊഴിച്ചാൽ ബാക്കിയെല്ലാം പറഞ്ഞിരുന്നു. അനുപമയുടെ മുറിയിൽ എന്തോ കൊണ്ടുപോയി സുശീല വെക്കുന്നതും സോന കണ്ടു. സുശീല വിഷക്കഞ്ഞി കുടിച്ച് വയറുവേദന വന്ന് വേദന സഹിച്ച് കിടക്കുന്നു. ഹർഷ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് സുശീല ആലോചിക്കുന്നു. ഉടനെ ആശുപത്രിയിൽ പോകരുത്, ബോധം കെടുന്നതുവരെ വേദന സഹിക്കണം. സുശീല വേദന സഹിച്ച് കിടന്നു. ബോധം പോയി. അന്ന് വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞ സത്യൻ വരുന്നു. രാത്രിയിൽ കഞ്ഞി കുടിക്കാതെ കിടന്നിരുന്ന പ്രതിഭ സത്യന് കഞ്ഞി കൊടുത്തപ്പോൾ കൂടെയിരുന്ന് കഴിക്കുന്നു. സുശീല ഉണ്ടാക്കിയ വിഷക്കഞ്ഞി പ്രതിഭയും സത്യനും കഴിക്കുന്നു. കഞ്ഞി കുടിച്ചതിന് ശേഷം സത്യനും പ്രതിഭയ്ക്കും വയറുവേദന വരുന്നു. അമ്മ എവിടെയെന്ന് സത്യൻ ചോദിക്കുമ്പോൾ ഇന്ദ്രനും അനുപമയും കൂടി സുശീല കിടക്കുന്ന മുറിയിൽ ചെന്ന് നോക്കുന്നു. സുശീല അബോധാവസ്ഥയിൽ കിടക്കുന്നത് അവർ കാണുന്നു. സത്യനും പ്രതിഭയും കഞ്ഞി കുടിച്ച ഉടനെ തന്നെ ആശുപത്രിയിൽ പോയതുകൊണ്ട് അധികം പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പിന്നെ പ്രതിഭ ഗർഭിണിയായതുകൊണ്ട് കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും. സുശീലയുടെ നില ഗുരുതരമാകും. കാരണം സുശീല കഞ്ഞി കുടിച്ചിട്ട് കുറെ സമയം കഴിഞ്ഞു. സുശീല അനുപമയെ കുടുക്കാൻ വേണ്ടി ദുഷ്ടയായ ഹർഷയുടെ വാക്ക് കേട്ടല്ലേ വിഷം കഞ്ഞിയിലിട്ട് കുടിച്ചത്. അതിനവർക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം. അനുപമ അനന്തൻ മാഷിനോട് വിവരം പറയുന്നു. പിറ്റേ ദിവസം ഭാനുവമ്മ സുശീലയുടെ വീട്ടിലേക്ക് വരുന്നു. ഭാനുവമ്മ സോനയോട് ചോദിക്കുന്നു, സുശീല വിഷക്കഞ്ഞി കുടിച്ചിട്ട് സുശീലയ്ക്ക് വേദന ഒന്നും ഉണ്ടായില്ലേ? സുശീല വേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സത്യനും പ്രതിഭയും പിന്നീട് ആ കഞ്ഞി കുടിക്കില്ലായിരുന്നല്ലോ. സോന പറയുന്നു, ആരെങ്കിലും കഞ്ഞിയിൽ വിഷം കലർത്താതെ കഞ്ഞിയിൽ വിഷം ഉണ്ടാകില്ലല്ലോ എന്ന്. എന്തോ ദുരൂഹതയുണ്ട്. സത്യം ഒരു നാളിൽ പുറത്തു വരുമെന്ന് ഭാനുവമ്മ പറയുന്നു. പ്രതിഭയുടെ കുഞ്ഞിനെ കളയാൻ നടന്ന സുശീലയ്ക്ക് പ്രതിഭയുടെ കുഞ്ഞില്ലാതായാൽ സന്തോഷമാകും. വീണ്ടും സത്യനെ കൊണ്ട് ഇന്ദുവിനെ കല്യാണം കഴിപ്പിക്കാൻ നോക്കാം. അതുകൊണ്ട് പ്രതിഭയുടെ കുഞ്ഞിനെ ഒന്നും വരുത്തരുത്. സുശീല ഹർഷ കിടന്ന പോലെ കിടക്കുകയും വേണം.